നമസ്തേ. നമ്മൾ രാഷ്ട്രഭാഷാ ബുക്കിലെ രണ്ടാമത്തെ പദ്യമാണ് നോക്കുന്നത്. രണ്ടാമത്തെ പദ്യം ചുട്ടീക്ക ഗണ്ട ബജ്തേഹി. അത് എഴുതിയിരിക്കുന്നത് ശ്രീ കേദാർനാഥ് അഗ്രവാളാണ്. ഈ കവിതയിൽ കവി സ്കൂൾ അടച്ച് വെക്കേഷൻ ആയിരിക്കുന്ന സമയത്ത് കുട്ടികളുടെ ആ സന്തോഷത്തെക്കുറിച്ച് അത് കണ്ട് അദ്ദേഹം തൻ്റെ ദുഃഖമെല്ലാം മറന്നു എന്നുള്ള രീതിയിലാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. कवि श्री केदारनाथ अग्रवाल का जन्म बांदा जिले में हुआ था. श्री केदारनाथ अग्रवाल ജനിച്ചത് ബാന്ദ ജില്ലയിലാണ്. ജീവിക സെ വക്കീൽ ദേ. അദ്ദേഹം ശരിക്കും ഒരു വക്കീലാണ്. പ്രഗതിവാദി കവി ഹെ. പ്രഗതിവാദി കവിയാണ്. ആപ്കെ പ്രകൃതി സെ സംബന്ധിത് കൈ അച്ചി കവിതയെ ലിഖി ഹെ. പ്രകൃതിയെ സംബന്ധിച്ച് ധാരാളം കവിതകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. വിശേഷ് ശബ്ദ ചയൻ തഥാ ഭാവോം കി അഭിവ്യക്തി കോ ചിത്രാത്മക് ആപ്കി വിശേഷത ഹെ. നല്ല ശബ്ദങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിലും ഭാവങ്ങളെ കൂട്ടിച്ചേർക്കുന്നതിനും അദ്ദേഹത്തിന് പ്രത്യേക ഒരു കഴിവ് തന്നെ ഉണ്ട്. കവിത എന്താണെന്ന് നോക്കാം. ചുട്ടീക്ക ഗണ്ട ബജ്തേ ഹി സ്കൂളോം സേ നിക്കൽ നിക്കൽ ആത്തെ ഹേ ജീത്തെ ജഗത്തെ ബच्चे हंसते गाते चल देते हैं पद पर ऐसे जैसे बांसुर भाव वही हो कविताओं के बंद किताबों से बाहर चंदों से निकले देश काल में व्याप्त रही है जिनकी गरिमा मैं निहारता हूँ उनको फिर अपने को और भूल जाता हूँ अपनी क्षीण आयु को. ഈ കവിതയുടെ സാരാംശം എന്താണെന്ന് നോക്കാം. ചുട്ടീക്ക ഗണ്ട ബജ്തേ ഹി സ്കൂളോം സെ നിക്കൽ ആത്തെ. സ്കൂൾ में छुट्टी का घंटा बजते ही വിദ്യാർത്ഥി ബാഹർ ആത്തെ ഹി. വെക്കേഷൻ ആയ സമയത്ത് കുട്ടികൾ എല്ലാവരും സ്കൂളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ബഡി ഖുശിക്കെ സാത്ത് ജീത്തെ ജാഗ്തെ ബच्चे ബാഹർ ആത്തെ. വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ആ കുട്ടികൾ വഴിയിലേക്ക് ഇറങ്ങി വന്നത്. ഹസ്തേ കേൽത്തെ വേ ബാഹർ ഐസെ ആത്തെ ഹെ ജൈസെ കവിത കാ പ്രകാശമാൻ ബന്ദ് കിതാബോം കെ ബാഹർ ചന്തോം സെ നിക്കലെ. ആ കുട്ടികൾ പുറത്തു വരുന്ന കണ്ട സമയത്ത് കവിക്ക് തോന്നിയത് ഇപ്രകാരമായിരുന്നു. അടച്ചു വെച്ച പുസ്തകങ്ങളെയെല്ലാം പുറത്ത് വെച്ചുകൊണ്ട് ദേശകാലങ്ങളോളമായി അവരുടെ മഹിമ പാടി നടക്കുന്നത് പോലെ തോന്നി. देश काल में व्याप्त रही जिनकी गरिमा मैं निहारता हूँ उनको फिर अपने को और भूल जाता हूँ अपनी क्षीण आयु को. ആ ഉഷാറായിട്ട് കൂടിയുള്ള ആ കുട്ടികളെ കണ്ട സമയത്ത് കവിക്ക് തന്നെ അറിയാതൊരു സന്തോഷം ഉണ്ടായിത്തീർന്നു. കുട്ടികളുടെ ആ ഉത്സാഹവും സന്തോഷം കണ്ടപ്പോൾ തൻ്റെ ആ ദുഃഖം മുഴുവൻ അദ്ദേഹം മറന്നു പോവുകയും തൻ്റെ പ്രായത്തെക്കുറിച്ച് മറക്കുകയും ചെയ്തു. വളരെയധികം കവിക്ക് ആ കുട്ടികൾ സ്കൂളിൽ നിന്നും ചിരിച്ചു കളിച്ച് വരുന്ന കണ്ടപ്പോൾ തനിക്കും അറിയാതെ ഒരു സന്തോഷം വന്നു എന്നാണ് പറയുന്നത്. ഈ പദ്യത്തിൽ നിന്നും പരീക്ഷയ്ക്ക് എഴുതാനുള്ളത് 2 ചോദ്യങ്ങളാണ്. ഒന്ന് ഭാവസ്പഷ്ട കീജിയെ, അടുത്തത് കവിതയുടെ സാരാംശം എഴുതുക. ഇത് 2 എണ്ണമാണ് എഴുതാനുള്ളത്. ചുട്ടീക്ക ഗണ്ട ബജ്തേ ഹി. അതിലെ സപ്രസംഗി വ്യാഖ്യാ കീജിയെ എന്നുള്ള ചോദ്യമാണ്. ഹസ്തേ ഗാത്തെ ചൽ ദേത്തെ ഹേ പദ് പർ ഐസെ ജൈസെ ബാസ്വർ ഭാവ് വഹി ഹോ കവിതാവോം കെ. കവി और कविता यह पद्यांश चुट्टी का गंडा बजते ही नामक कविता से लिया गया है. इसके कवि श्री केदारनाथ अग्रवाल है. वे പ്രഗതിവാദി കവി ഹെ. ഈ പദ്യം എഴുതിയിരിക്കുന്നത് പ്രഗതിവാദി കവിയായിട്ടുള്ള ശ്രീ കേദാർനാഥ് അഗ്രവാളാണ്. അദ്ദേഹത്തിൻ്റെ കവിതയാണ് ചുട്ടീക്ക ഗണ്ട ബജ്തേ ഹി എന്നുള്ളത്. ഭാവ് സ്കൂൾ കാ ഗണ്ട ബജ്തേ ഹി ഫൗരൻ നിക്കൽത്തെ ചുസ്ത് ബച്ചോം കാ ചിത്രൺ ഹെ. സ്കൂളിലെ ആ മണി അടിച്ച ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ കുട്ടികൾ സന്തോഷത്തോടുകൂടി പുറത്തിറങ്ങുന്ന ചിത്രമാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഉൻ ബച്ചോം കെ മുഖപ്പർ മുസ്കുരാക്കട്ട് ഹെ. ആ കുട്ടികളുടെ മുഖത്ത് ഒരു പുഞ്ചിരി കാണാനായി കഴിഞ്ഞു. ഉനെ ദേക്കർ കവി കോ ഐസ ലഗ്താ ഹെ കി ബच्चे സ്വയം കവിത ഹോ. ഈ കുട്ടികൾ കവിതയായിട്ടാണ് കവിക്ക് തോന്നിയത്. ഉൻകെ മുഖക്കി മുസ്കുരാക്കട്ട് ഹി കവിത സേ ഭാവ് ഹോ. ആ കുട്ടികളുടെ മുഖത്തിലെ പുഞ്ചിരി തന്നെ ഒരു കവിതയുടെ ഭാവമാണ് വരുന്നത് എന്ന് അദ്ദേഹത്തിന് തോന്നിപ്പോയി. मैं निहारता हूँ उनको फिर अपने को और भूल जाता हूँ अपनी क्षीण आयु को. कवि और कविता यह पद्यांश चुट्टी का घंटा बजते ही नामक कविता से लिया गया है. इसके कवि श्री केदारनाथ अग्रवाल है. ये प्रगतिवादी कवि है.
ചുട്ടി ക ഘണ്ട ബജത്തെ ഹി എന്നുള്ള കവിത പ്രഗതിവാദി കവിയായ ശ്രീ കേദാർനാഥ് അഗ്രവാൾ എഴുതിയിട്ടുള്ളതാണ്. ഭാവ് ഘണ്ട ബജനെ സെ ജട്ട് ഖുഷി സെ നിക്കൽത്തെ ബച്ചും കോ കവി ദേഖ്തേ ഹെ. ബെല്ലടിച്ച ഉടനെ തന്നെ പെട്ടെന്ന് സന്തോഷത്തോടു കൂടി പുറത്തേക്ക് വരുന്ന കുട്ടികളെ കവി കാണുന്നു. ഇसे देखकर इन्हें वे सिर्फ अपने को ही नहीं बल्कि अपने आयु को भी भूल जाते हैं. ആ കുട്ടികളെ കണ്ട സമയത്ത് കേവലം തന്നെ മാത്രമല്ല തൻ്റെ പ്രായത്തെ പോലും അദ്ദേഹം മറന്നു പോവുകയാണ് ചെയ്യുന്നത്. ചുട്ടി ക ഘണ്ട ബജത്തെ ഹി കവിത ക സാരാംശ്. ഈ കവിതയുടെ സാരാംശം ഇപ്രകാരമാണ്. चुट्टी का घंटा बजते ही के कवि श्री केदारनाथ अग्रवाल प्रस्तुत कविता में कवि कहते हैं कि हर एक मनुष्य के मन में अपने बचपन की यादें छिपी रहती है. समय पाकर वह भावना जागृत हो जाती है. ചുട്ടി ക ഘണ്ട ബജത്തെ ഹി എന്നുള്ള കവിതയിലൂടെ കവി ശ്രീ കേദാർനാഥ് അഗ്രവാൾ ഇപ്രകാരം പറയുന്നു. ഈ കവിതയിൽ പറയുന്ന കാര്യം ഇതാണ്. ഓരോ മനുഷ്യൻ്റെയും മനസ്സിൽ അവരുടെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ ഒളിഞ്ഞിരിപ്പുണ്ടാവും. സമയം വരുമ്പോൾ അത് പുറത്തു വരികയും ചെയ്യും. സ്കൂൾ കി ഘണ്ടി ബജത്തി ഹെ. സ്കൂളിലെ മണി മുഴങ്ങുന്നു. സ്കൂൾ സെ ബാഹർ നിക്കൽത്തെ ചുസ്ത് ബച്ചോം കോ കവി ദേഖ്തേ ഹെ. സ്കൂളിൽ നിന്നും പുറത്തേക്ക് വരുന്ന ആ ചുറുചുറുക്കുള്ള കുട്ടികളെ കവി കാണുന്നു. തബ് ഉൻകെ മൻമേ കൈ പ്രകാർ കെ ഭാവ് ഉത്പന്ന ഹോ ജാത്തേ ഹെ. പലതരത്തിലുള്ള ഭാവനയും അദ്ദേഹത്തിന് ഉത്പന്നമാവുകയും ചെയ്യുന്നു. ഹസ്തേ ഗാത്തെ ഹുയെ ചലത്തെ ബച്ചോം കോ കവി ദേഖ്തേ ഹെ. ചിരിച്ചും കളിച്ചും കൊണ്ട് നടക്കുന്ന കുട്ടികളെ കവി കാണുന്നു. കവി കോ ഐസ ലഗ്താ ഹെ കി കവിതാവോം കെ ഭാവസ്വരൂപ് വേഹി ഹോ. ഈ കവിതയുടെ ഭാവസ്വരൂപം ഈ കുട്ടികളാണോ എന്ന് കവിക്ക് തോന്നിപ്പോകുന്നു. കിസി ബന്ദ് കിതാബോം സെ നികൽനെ ചന്ദ് ജൈസെ വേ ബച്ചെ അപ്നെ ഗരിമ സെ സബ്കെ മൻമേ വ്യാപ്ത് ഹോ ജാത്തേ ഹെ. അടച്ചു വെച്ച പുസ്തകത്തിൽ നിന്നും ഒരു കവിത ഉടലെടുക്കുന്നത് പോലെയാണ്, അതിൻ്റെ ഒരു പുതുമ കാണുന്നത് പോലെ കവിക്ക് കാണാൻ കഴിഞ്ഞു. കവി ഉൻ ബച്ചോം കോ ദേഖ്തേ ഹെ. ആ കുട്ടികളെ നോക്കുന്നു. വേ അപ്നേക്കോ ഓർ അപ്നെ ആയുക്കോ ബോൽ ജാത്തേ ഹെ. കവി തന്നെയും തൻ്റെ പ്രായത്തെയും മറക്കുന്നു. സബ്കെ മൻമേ ഹർ ലേന ഹി ബച്ചോം കാ സ്വഭാവ് ഹി. എല്ലാവരുടെയും മനസ്സിൽ സ്ഥലം നേടുക എന്നുള്ളത് കുട്ടികളുടെ ഒരു സ്വഭാവമാണ്. ബച്ചോംനെ കവി കോ ഹി നഹീം ചോട. കുട്ടികൾ ആ കവിയെയും വെറുതെ വിട്ടില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിനടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.